മത്സരരംഗത്ത് താനില്ല, പൊതുരംഗത്ത് നിന്ന് താൻ ഇനി മാറി നിൽക്കുകയാണെന്ന പ്രഖ്യാപനം നടത്തിയ ശേഷം ഇപ്പോൾ കെ മുരളീധരൻ തൃശ്ശൂരിലെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന വസതിയിൽ നിന്ന് ഇറങ്ങുകയാണ്. നിരവധിയായ പ്രവർത്തകർ, അനുയായികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം വൈകാരികമായാണ് അദ്ദേഹം അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത്. പൊതുരംഗത്ത് തുടരുവാൻ താൻ ഇനി ഉദ്ദേശിക്കുന്നില്ല, സാധാരണ പ്രവർത്തകനായി താൻ തുടരും, പക്ഷേ പൊതുരംഗത്ത് താൻ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ഒരു ഫോർമാറ്റിലും പലതരം കമ്മിറ്റികൾ എല്ലാത്തിലും തന്നെയുണ്ട്, പക്ഷെ ഒന്നിലും താൻ പങ്കെടുക്കുകയില്ല. ഒരു മനസ്സും താൻ ഉള്ള അത്തരം ഒരു മാനസികാവസ്ഥ തനിക്ക് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആ രീതിയിലുള്ള ഒരു തുടർച്ച തനിക്ക് ഉണ്ടാകില്ല. ഈ തൃശ്ശൂർ തനിക്ക് രാശിയാകുന്നില്ല, ചിലർക്ക് ചില കാരണങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് താൻ ഇനി യാത്ര പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, പ്രവർത്തകരോടെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ്, അങ്ങേയറ്റം വൈകാരികമായി അദ്ദേഹം പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം കോഴിക്കോടേക്ക് അദ്ദേഹം മടങ്ങുകയും ചെയ്യുന്നത്. നിരവധിയായ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങേയറ്റം അദ്ദേഹം അവരോടെല്ലാം തന്നെ സംസാരിച്ച് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം കോഴിക്കോടേക്ക് മടങ്ങുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. നേരത്തെ അദ്ദേഹത്തെ കാണുവാനായിട്ട് നിരവധി പ്രവർത്തകർ, DCC ഭാരവാഹികളടക്കം ഇവിടേക്കുണ്ടായിരുന്നു. പറഞ്ഞിരുന്നത് ഇനി ഒരു പൊതുരംഗത്ത് താൻ തുടരുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. പ്രവർത്തകരോടെല്ലാം തന്നെ അദ്ദേഹം സംസാരിക്കുകയും അതിനുശേഷം ഇവിടെ നിന്ന്, ഇത്രയും ദിവസം ഇവിടെ താമസിക്കുകയായിരുന്നു, ഇവിടെ നിന്ന് ഓരോരുത്തരുടെയായിട്ട് യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹം നീങ്ങുകയും ചെയ്തിരിക്കുന്നു. കോഴിക്കോടേക്ക് മടങ്ങിയിരിക്കുന്നു. അങ്ങേയറ്റം വൈകാരികമായാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. താൻ ഇനി പൊതുപ്രവർത്തന രംഗത്ത് തുടരുന്നില്ല, തൽക്കാലത്തേക്കെങ്കിലും താൻ വിടവാങ്ങുന്നു. ഇനി ഈ പുതിയ ആളുകൾ വരട്ടെ, പുതിയ യുവത്വം ഇവിടേക്ക് കടന്നു വരട്ടെ, ഒരു മടുപ്പിൻ്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. താൻ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി പലവട്ടം നേതൃത്വത്തെ അടക്കം അറിയിച്ചിരുന്നു എന്നതും അദ്ദേഹം സൂചിപ്പിക്കുന്നു. കൃത്യമായ ഒരു നടപടി ഉണ്ടായോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട്. തന്നെ കുരുതി കൊടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് വളരെ ദുഃഖിതനായിട്ട് തന്നെ അദ്ദേഹം കോഴിക്കോട്ടേക്ക് മടങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് മാത്രമല്ല, ഇതിനകത്തുനിന്ന് തന്നെ അദ്ദേഹത്തിന് വേദനയുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ തൃശ്ശൂരിലെ സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയത്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18.